ഇയാൾ പിടിയിലായി എന്നൊരു സൂചന കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഉറപ്പിക്കാനായിട്ടില്ല, ലഭിക്കുന്ന വിവരം മാത്രമാണ്. കാരണം തളാപ്പ് അമ്പലത്തിന്റെ പരിസരത്ത് നിന്ന്, തളാപ്പ് ക്ഷേത്രത്തിന്റെ പരിസരത്ത് നിന്ന് ഇവിടെ വെച്ച് ഇയാളെ പിടികൂടി എന്നൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഉറപ്പിക്കാനായിട്ടില്ലെങ്കിലും അങ്ങനെ ഒരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഗോവിന്ദച്ചാമി പിടിയിലായി എന്ന സൂചന വരുന്നു അല്ലെ? ഗോവിന്ദച്ചാമി പിടിയിലായി എന്ന സൂചന വരുന്നു. സൂചന മാത്രമാണ്, നമുക്ക് അതൊരു കൺഫർമേഷൻ കാര്യത്തിൽ വന്നിട്ടില്ല. പക്ഷെ അത്തരമൊരു വിവരം നമുക്ക് വരുന്നുണ്ട്. ഏതായാലും സുപ്രധാനമായ വിവരങ്ങൾ കൂടിയാണ് ഇപ്പോ പ്രേക്ഷകരിലേക്ക് ന്യൂസ് മലയാളം എത്തിക്കുന്നത്. ഗോവിന്ദച്ചാമി എന്ന കൊടും കുറ്റവാളി, കൊടും ക്രിമിനൽ പിടിയിലായി എന്നൊരു സൂചന. ഈ നിഖില എവിടെ നിന്നാണ്? ഏതോ ഒരു ക്ഷേത്രം പറയുന്നുണ്ടായിരുന്നു നിഖിൽ, ഞാൻ വ്യക്തമായി കേട്ടില്ല. പരിസരത്ത് നിന്ന് പിടിയിലായി എന്നൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അത് ഉറപ്പിക്കാവുന്ന വിവരമല്ല. അങ്ങനെ ഒരു വിവരം നമുക്ക് അവിടെ ഉള്ള ചില ആളുകൾ ഇപ്പൊ നമ്മളോട് സംസാരിച്ച ആ ദൃക്സാക്ഷികളില്ലേ, അവര് പറഞ്ഞ ആ വഴി ചെന്നെത്തുമ്പോൾ ഉള്ളൊരു സ്ഥലമാണോ ഇത്? ഓടിയാൽ ആ പരിസരത്തേക്കാണ് എത്തുക. ആ ഭാഗത്താണ് ഗോവിന്ദച്ചാമിയുടെ പിറകെ ആളുകളും പോലീസും ഒക്കെ ഉണ്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതും. ഏതായാലും അങ്ങനെ ഒരു സൂചന നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. ഗോവിന്ദച്ചാമിയെ പിടികൂടി എന്ന സൂചനയാണ് പുറത്തു വരുന്നത്. ഉറപ്പിക്കാറായിട്ടില്ല, പക്ഷെ അങ്ങനെ ഒരു സൂചന വരുന്നുണ്ട്. കാരണം നമ്മൾ നേരത്തെ കണ്ടതുപോലെ AKG ആശുപത്രിയുടെ ആ പരിസരത്ത് കൂടി നടന്നു വന്ന് നമ്മൾ ഈ കണ്ടുകൊണ്ടിരുന്ന ആ പ്രദേശത്തോട്, ഒരു കുറ്റിക്കാടിന് സമാനമായ പ്രദേശത്തോടു കൂടി ഓടിപ്പോയയാൾ ഒരു ക്ഷേത്ര പരിസരത്ത് നിന്നും പിടിയിലായിട്ടുണ്ട് എന്നൊരു സൂചന വരുന്നു. ഉറപ്പിക്കാറായിട്ടില്ല.